നമസ്കാരം, വെൽക്കം ടു ലിസ്റ്റ് മീ അഗെയിൻ. നമ്മൾ ഇന്ന് ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന ബി.എഡിലെ 4th സെമ്മിലെ ഫസ്റ്റ് പേപ്പറാണ്. അതിനകത്ത് സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന യൂണിറ്റ് 4 ആണ്, ലാസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് 4 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. ഇനി നമുക്ക് സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന യൂണിറ്റിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വരുന്നത് സ്കൂൾ ആസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച്. ആദ്യത്തെ ടോപ്പിക് അതിൽ പറയുന്നത് സ്കൂൾ എങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സ്കൂൾ ആസ് എൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച് എന്ന ടോപ്പിക്കിൽ പറയുന്നത് സോഷ്യൽ ചേഞ്ച് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓവർ ടൈം. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു ഘടന, അതേപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു മാറ്റം, അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറായിട്ടാണ് സ്കൂൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് എ result of interaction of several factors: historical, environmental, technological and scientific. ഇതെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ, നേച്ചറുമായി റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ ടെക്നോളജിക്കലുമായിട്ടൊരു മാറ്റം നമുക്ക് സംഭവിക്കുന്നത് കാണാം. ഓൾസോ സയൻറ്റിഫിക്, ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടും എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഇൻട്രാക്ഷൻ കാരണമാണ്, പരസ്പരമുള്ള ഒരു ഇടപെടലിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു ചേഞ്ചസ് വരുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അതായത് എഡ്യൂക്കേഷനും അതുപോലെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളും എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്. എഡ്യൂക്കേഷൻ ക്യാൻ ഇനീഷ്യേറ്റ് സോഷ്യൽ ചേഞ്ചസ് ബൈ ബ്രിങ്ങിങ് എബൌട്ട് എ ചേഞ്ച് ഇൻ ഔട്ട്ലുക്ക് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ. മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ പുറം കാഴ്ച, അതായത് ഔട്ട്ലുക്ക്, നമ്മളുടെ ഒരു മാനസിക വ്യാപാരം, നമ്മൾ എങ്ങനെ പുറം കാഴ്ചകളെ കാണുന്നു, എങ്ങനെ നമ്മളത് മനസ്സിലാകുന്നു, റിവ്യൂ ചെയ്യുന്നു എന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷനിലൂടെ ഒരു സാമൂഹികമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇറ്റ് ക്യാൻ ബ്രിങ് എബൌട്ട് എ ചേഞ്ച് ഇൻ ദ പാറ്റേൺ ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് ദെർബൈ ടു മേക്ക് കോസ് സോഷ്യൽ ചേഞ്ചസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ, അതേപോലെ തന്നെ ഇറ്റ് മേക്ക് കോസ് സോഷ്യൽ ചേഞ്ചസ്, ഈ ഒരു കാര്യം ഇങ്ങനെ എഡ്യൂക്കേഷൻ വന്നതോട് കൂടിയിട്ട് ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ സമൂഹത്തിൽ, അത് പരസ്പരം നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവാൻ സഹായിക്കുന്നു. ഏർലിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടീച്ചേഴ്സ് യൂസ്ഡ് ടു ഷോ എ സ്പെസിഫിക് വേ ഓഫ് ലൈഫ് ടു ദ students, and education was more a means of social control than an instrumental of social change. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു വേറെ രീതിയിൽ തന്നെയായിരുന്നു കണ്ടിരുന്നത്. അവർ ശരിക്കും എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിംഗ് ദ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ ഉപയോഗിച്ചത്, അല്ലാതെ സാമൂഹികമായിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല അന്ന് എഡ്യൂക്കേഷൻ ഉപയോഗിച്ചിരുന്നത്. അന്ന് അതിനെ ഒരു സമൂഹത്തിലെ മറ്റുള്ളവരെയൊക്കെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നതിനെ നമ്മൾ ഉപയോഗിച്ച് വന്നത്. ഓക്കെ. ആൻഡ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡു നോട്ട് പ്ലേസ് മച്ച് എംഫസൈസ് അപ്പോൺ ട്രാൻസ്മിറ്റിംഗ് എ വേ ഓഫ് ലൈഫ് ടു ദി സ്റ്റുഡൻസ്. ഈ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റിംഗ് എ വേ ഓഫ് ലൈഫ് ടു ദി സ്റ്റുഡൻസിന് ഒരിക്കലും ഒരു യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കുന്നില്ല എഡ്യൂക്കേഷൻ എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഓക്കെ. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ, എങ്ങനെയാണ് വിദ്യാഭ്യാസവും കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? എഡ്യൂക്കേഷൻ ഇസ് ദ സോഷ്യലൈസേഷൻ ഓഫ് ദി യങ് ജനറേഷൻ. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, യുവാക്കളായിട്ടുള്ള ജനറേഷന് അവർക്ക് ഈ ഒരു സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം, അതാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് എഫേർട്ട് ടു ഇമ്പോസ് ഓൺ ചൈൽഡ് വേസ് ഓഫ് സീയിങ്, ഫീലിംഗ് ആൻഡ് ആക്ടിങ് വിച്ച് ഹി കുഡ് നോട്ട് ഹാവ് അറൈവ്ഡ് അറ്റ് സ്പോണ്ടേനിയസ്ലി. അതായത് പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ അയാൾക്കൊരിക്കലും ആ ഒരു സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്മ്യൂണിറ്റി ആയിട്ട് അവരെ കാണുവാനും അവരെ അനുഭവിക്കുവാനും അതേപോലെ തന്നെ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. അത്തരത്തിലുള്ളൊരു സോഷ്യൽ റിലേഷൻഷിപ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഒരു എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്നത്.
And education has one of its fundamental goals for the transmission of culture from generation to generation. എഡ്യൂക്കേഷൻ എപ്പോഴുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൾച്ചറും വാല്യൂസും മറ്റു കാര്യങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ അറിവും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദർ ക്യാൻ ബി നോ ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് കൾച്ചർ. നമുക്കൊരിക്കലും സംസ്കാരത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. അതെങ്ങനെ ദിവസവും എന്നും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് ആ കൾച്ചർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മളുടെ വേ ഓഫ് ലൈഫാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കതൊരു ബ്രേക്ക് ഇട്ടിട്ട് അത് മുതൽ തുടങ്ങാം എന്നൊന്നും നമുക്ക് സാധിക്കില്ല. ദി കൾച്ചറൽ എലിമെന്റ്സ് ആർ പാസ്ഡ് ഓൺ ത്രൂ ദ ഏജൻസ് ലൈക്ക് ഫാമിലി, സ്കൂൾ ആൻഡ് അതർ അസോസിയേഷൻസ്. സ്കൂളുകളിലൂടെ, കുടുംബങ്ങളിലൂടെ, ഫാമിലിയിലൂടെ, റിലീജിയനിലൂടെ ഒക്കെ ഈ ഒരു കൾച്ചർ എന്ത് ചെയ്യുന്നു, അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്ത് വരുന്നു. ഓൾ സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ദംസെൽസ് ത്രൂ ദെയർ കൾച്ചർ. എല്ലാ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും, അതായത് സമൂഹം എന്ന് പറയുന്നത് കൾച്ചറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതും അവർ അതാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി എന്നുള്ള കാര്യം ഈ സംസ്കാരം തന്നെയാണ്. രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. Culture here refers to a set of beliefs, skills, art, literature, philosophy, religion, music, etc. കൾച്ചർ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ മനുഷ്യന് സംഭവിക്കുന്ന ഒരു ഹാബിറ്റാറ്റ്, നമ്മുടെ ശീലങ്ങളാണ് അല്ലേ. ഒന്നിനോട് മറ്റൊന്നെന്നുള്ള മാതിരി നമ്മൾ പുസ്തകങ്ങളിൽ അടുക്കി വെക്കുന്നത് പോലെ ഇങ്ങനെ ലെയർ ആയിട്ട് നമ്മളുടെ ഓരോ ശീലങ്ങളും പിന്നീട് അതൊരു സംസ്കാരമായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ, നല്ല സംസ്കാരം വളർത്തിയെടുക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. അതിനകത്ത് നമ്മളുടെ ബിലീവ്സ്, നമ്മുടെ വിശ്വാസങ്ങളുണ്ട്, നമ്മുടെ കഴിവുകളുണ്ട്, ആർട്ടുണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, ഫിലോസഫി ഉണ്ട്, റിലീജിയൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, എല്ലാം കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ കൾച്ചർ എന്ന് പറയുന്നത്. വിച്ച് മസ്റ്റ് ബി ലേൺഡ്. അത് പഠിച്ചു തന്നെ ആകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ എന്താണ്, ഗുഡ് കൾച്ചർ എന്താണ്, അല്ലെങ്കിൽ ബാഡ് കൾച്ചർ എന്താണ്, യഥാർത്ഥത്തിൽ നമ്മളത് പഠിച്ചു തന്നെയാകണം. ആൻഡ് ദിസ് സോഷ്യൽ ഹെറിറ്റേജ് മസ്റ്റ് ബി ട്രാൻസ്മിറ്റഡ് ത്രൂ സോഷ്യൽ ഓർഗനൈസേഷൻസ്. ഇത്തരം സൊസൈറ്റിയിലുള്ള ഈ ഒരു ഹെറിറ്റേജ്, ഈ ഒരു പൈതൃകത്തെ ഇത്തരത്തിൽ സ്കൂളുകൾ, അത് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മളത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലേ അവർക്ക് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അത് കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. അതുകൊണ്ടാണ് എഡ്യൂക്കേഷനും കൾച്ചറും അത്രയും ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം. ഇനി എഡ്യൂക്കേഷൻ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. നമ്മൾ എങ്ങനെ എഡ്യൂക്കേഷനെ ഒരു സോഷ്യൽ ചേഞ്ചിനുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു? എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം വൺ ഓഫ് ദി ഇൻഫ്ലുവൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ. ഇറ്റ് ഹാസ് ലെഡ് ടു ദ മൊബിലൈസേഷൻ ഓഫ് പീപ്പിൾസ് ആസ്പിറേഷൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച്. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യയുടെ കോൺസെപ്റ്റ്, നമ്മൾ ഇന്ത്യയുടെ പറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയതിലൂടെ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി മറ്റു സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതിലൂടെയാണ് പലരും എന്ത് ചെയ്തത്, ഇന്ത്യക്കും ആ ഫ്രീഡം മൂവ്മെന്റിന്റെ സമയത്തൊക്കെ അറിയാം, നാഷണൽ ലീഡേഴ്സ് ഒക്കെ തന്നെയും ഒരുപാട് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഒരു ചിന്ത വന്നത്, എന്തിന് നമ്മളിങ്ങനെ അവരുടെ ക്ലച്ചസിൽ കിടക്കണമെന്ന്. അതുകൊണ്ടാണ് അവർ വർക്ക് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആയാലും എല്ലാം എഡ്യൂക്കേഷനിലൂടെയാണ് കിട്ടിപ്പോരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു സോഷ്യൽ ചേഞ്ച് തന്നെയാണ് പിന്നീട് ഉണ്ടാക്കിയത് അല്ലേ. ഇനി റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സോഷ്യൽ ചേഞ്ച്. എങ്ങനെയാണ് സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റത്തിന് എഡ്യൂക്കേഷൻ കാരണമാകുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ പങ്ക് എന്താണ്? അപ്പോൾ നോക്കാം. എഡ്യൂക്കേഷൻ പെർപെച്വേറ്റ്സ് എറ്റേണൽ വാല്യൂസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എറ്റേണൽ വാല്യൂസ് എന്ത് ചെയ്യുന്നു, പെർപെച്വേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്തിക്കുന്നു എഡ്യൂക്കേഷനിലൂടെ. എറ്റേണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഉണ്ടാവില്ലേ, നല്ല ഗുണങ്ങൾ, നല്ല വിദ്യാഭ്യാസം ലഭിച്ച ആളുകളുടെ ഗുഡ് ബിഹേവിയർ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ അവരുടെ സംസാരമായാലും ഒരു കാര്യത്തെ അവർ വീക്ഷിക്കുന്നതായാലും. നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിന് എക്സ്പേർട്ടിനെ പോയി സമീപിക്കുന്നത്? കാരണം ഹി ഹാവ് ദ കപ്പാസിറ്റി ടു ആൻസർ അല്ലേ, നമുക്ക് ഉത്തരം തരാനുള്ള ഒരു കപ്പാസിറ്റി അയാൾക്കുള്ളത് കൊണ്ടാണ്. അപ്പം എഡ്യൂക്കേഷനിലൂടെയാണ് ഈ ഒരു എറ്റേണൽ ആയിട്ടുള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പ്രൊമോട്ട് കപ്പാസിറ്റി ടു വെൽക്കം സോഷ്യൽ ചേഞ്ച്. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസ് നമ്മൾക്ക് വരുത്താനും അതുപോലെ അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാനും ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉള്ള ആളുകളാണ് എളുപ്പം ഈ ഒരു സോഷ്യൽ ചേഞ്ചിനെ മാറ്റി അത് നമുക്ക് വേണമെന്ന് പറയുന്നത്, വെൽക്കം ചെയ്യുന്നത്. ആൻഡ് ഇവാലുവേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്. അതുപോലെ തന്നെ ഈ ഒരു സാമൂഹിക മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്താനും പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്നുള്ളൂ. ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. യഥാർത്ഥത്തിലുള്ള കൾച്ചറിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റീസിലാണ്.
ആൻഡ് റിമൂവൽ ഓഫ് ഒബ്സ്റ്റക്കിൾസ്, അതേപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസിനെ റിമൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ഇൻക്രീസിങ് ദ ഏരിയാസ് ഓഫ് നോളേജ്, അതുപോലെ തന്നെ നോളേജിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസ്മിഷൻ ഓഫ് നോളേജ് നടക്കുന്നു, നോളേജ് എക്സ്പ്ലോഷൻ തന്നെയാണ് നടക്കുന്നത് അല്ലേ. അപ്പം ഇൻക്രീസിങ് ദ ഏരിയാസ് ഓഫ് നോളേജ് ആൻഡ് ലീഡർഷിപ്പ് റോൾ, നമുക്ക് ഒരുപാട് ലീഡർഷിപ്പ് റോളുകൾ കൊണ്ടുവരുന്നു ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ. ആൻഡ് മദർ ഓഫ് ന്യൂ ചേഞ്ചസ്, പുതിയ മാറ്റങ്ങളുടെ മാതാവ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എഡ്യൂക്കേഷനിൽ പറയുന്നത്. ആൻഡ് സ്പ്രെഡിങ് നോളേജ്, ഒരുപാട് നോളേജ് എന്ത് ചെയ്യുന്നു അത് സ്പ്രെഡ് ചെയ്യുന്നു. സ്റ്റെബിലൈസിങ് ഡെമോക്രാറ്റിക് വാല്യൂസ്, അതുപോലെ ജനാധിപത്യപരമായിട്ടുള്ള വാല്യൂസിനെ എന്ത് ചെയ്യുന്നു സ്റ്റെബിലൈസ് ചെയ്യുന്നു. അതിനെ ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് കൺട്രോൾ ചാനലൈസസ് ആൻഡ് മോഡിഫൈസ് ത്രൂ ഔട്ട് തോട്ട്സ് ഓഫ് ന്യൂ ജനറേഷൻസ്, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. നമുക്കിതുപോലെ ഒരു ന്യൂ ജനറേഷൻ തോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ ചാനലൈസ് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനും മോഡിഫൈ ചെയ്യാനും, തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനും അതിനെ മോഡിഫൈ ചെയ്യാനും അതിനൊക്കെ പറ്റുന്നത് തോട്ട് എന്ന് വെച്ചാൽ ചിന്തിക്കാനും ഒക്കെ സഹായിക്കുന്നത് എഡ്യൂക്കേഷനാണ്. ദെൻ സ്കൂൾ ആസ് എ വർക്ക്ഷോപ്പ് ഫോർ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു പൗരൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു പൗരനായി ജീവിക്കാമെന്നതിൻ്റെ ആദ്യ പാഠങ്ങൾ കിട്ടുന്നത് സ്കൂളിലൂടെയാണ്. ആൻഡ് അവയർനെസ് എഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ്, ഇതെന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഈവിൾസിനെതിരെ സാമൂഹികമായിട്ടുണ്ടാവുന്ന ചീത്ത കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടുന്നു. ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എങ്കിൽ ഒരാൾ അതിനെപ്പറ്റി എന്ത് ചെയ്യില്ല പ്രതികരിക്കില്ലല്ലോ. ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലേ. ഇപ്പം വിമൻ്റെ കാര്യമാണ്, ഫെമിനിസം എന്താണ്, അതല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഒപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ റൈറ്റ്സ് എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവില്ല. ട്രാഫിക് റൂൾസ് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്താൽ ഇങ്ങനെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാവില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവയർനെസ് കിട്ടുന്നുണ്ട്. ദെൻ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ദേശീയപരമായിട്ടും അന്തർദേശീയപരമായിട്ടുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതൊക്കെ ഗ്ലോബലൈസേഷൻ വന്നതും ഇതൊക്കെ വലിയ വലിയ ചിന്തകരുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഫലമായിട്ട് വന്നിട്ടുള്ള തോട്ട്സ് ആണ് അല്ലേ. ആൻഡ് ഇക്വാലിറ്റി എമംഗ് മാസസ്, അതുപോലെ വലിയൊരു സമൂഹത്തെ ഈക്വലായിട്ട് കാണാനുള്ള നമ്മളുടെ ഒരു മനസ്സുണ്ടല്ലോ അതുണ്ടാവുന്നു. ദെൻ സോഷ്യൽ അവേക്കനിങ്, അതുപോലെ സമൂഹം എന്നത് ഉണർന്ന് പ്രവർത്തിക്കുന്നു. ദെൻ നാഷണൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ദേശീയമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനും വികസനത്തിനൊക്കെ ഇത് കാരണമാകുന്നു. ഓക്കെ. Then വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓൺ ദ ഫങ്ഷനിങ് ഓഫ് സ്കൂൾസ്, ഗവൺമെൻറ് എയ്ഡഡ്, അൺഎയ്ഡഡ് ആൻഡ് മൈനോറിറ്റി, റെക്കഗ്നൈസ്ഡ് ആൻഡ് നോൺ റെക്കഗ്നൈസ്ഡ് സ്കൂൾസ്. അപ്പം എങ്ങനെയാണ് ഈ ഇത്തരം സ്കൂളുകളുടെയൊക്കെ ഇൻഫ്ലുവൻസ് വരുന്നത് നോക്കാം. There are three main school types: government, aided and private. 3 തരത്തിലുള്ള സ്കൂളുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഗവൺമെൻറ്, 2 എയ്ഡഡ്, 3 പ്രൈവറ്റ്. സ്കൂൾസ് റൺ ബൈ ദ സെൻട്രൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ ഗവൺമെൻറ്റ്സ് ആർ റെഫേർഡ് ടു ആസ് ഗവൺമെൻറ് സ്കൂൾസ്. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റോ, അതായത് ഓരോ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റോ ഒക്കെ ഗവൺ ചെയ്യുന്ന, അതൊക്കെ ഭരിക്കുന്ന സ്ഥാപനങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഗവൺമെൻറ് സ്കൂൾസ് എന്ന് പറയുന്നത്. സ്കൂൾസ് റൺ ബൈ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് but funded largely by government grant in aid are known as private aided. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങുകയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുകയും പക്ഷേ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് നിയന്ത്രണത്തിന് കീഴിലുള്ള സ്കൂളുകളെ നമ്മൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നു. അതേപോലെ ഓർ ജസ്റ്റ് എയ്ഡഡ് സ്കൂളുകളുണ്ട്. സ്കൂൾസ് റൺ ബൈ പ്രൈവറ്റ് മാനേജ്മെൻറ്റ്സ് വിത്തൗട്ട് സ്റ്റേറ്റ് എയ്ഡ് ആർ നോൺ ആസ് പ്രൈവറ്റ് അൺഎയ്ഡഡ്. അതുപോലെ തന്നെ പ്രൈവറ്റിൻ്റെ മാത്രം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയാണ് നമ്മൾ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. These run entirely on free revenues and have virtually no government interference in matters such as teacher recruitment. These are thus genuinely private schools, and we refer to these simply as private schools rather than using their full name private unaided. നമ്മൾ പ്രൈവറ്റ് അൺഎയ്ഡഡ് എന്നൊന്നും ഉപയോഗിക്കാറില്ല. ടീച്ചേഴ്സിനെ വെക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടം തന്നെയാണ്. അവർക്ക് ടീച്ചേഴ്സിൻ്റെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ അപ്പം നമുക്കറിയാം എന്താണ് പ്രൈവറ്റ് അൺഎയ്ഡഡ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് സ്കൂൾസ് rather than using their full name private unaided. Private schools in turn divide into 2 types. അപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂൾസിനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. റെക്കഗ്നൈസ്ഡ് സ്കൂൾസ് ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് സ്കൂൾസ്. അവരെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് റെക്കഗ്നൈസ്ഡ് സ്കൂൾസും രണ്ടാമത്തേത് അൺറെക്കഗ്നൈസ്ഡ് സ്കൂൾസും. ഓക്കെ.
ആൻഡ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 30 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗിവ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. എന്ന് വെച്ചാൽ മൈനോറിറ്റികൾക്ക് ഇപ്പം നമ്മൾ മുസ്ലിംസിൻ്റെ സ്കൂളുകളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ അതോറിറ്റിയിൽ വരുന്നതുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസിൻ്റെ അതോറിറ്റി, ഇപ്പോൾ NSS പോലെയുള്ള അങ്ങനെ ഒരുപാട് സ്കൂളുകളുണ്ട്. ഇതൊക്കെ തന്നെ ഓരോ മൈനോറിറ്റിക്കും, ഓരോ ജനവിഭാഗങ്ങൾക്കും, കൾച്ചറലി ആയാലും റിലീജിയസ്ലി ആയാലും മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ രീതിക്കും കൾച്ചറിനും അനുസരിച്ച് സ്കൂളുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 30 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഹാസ് ബീൻ enacted to safeguard the educational rights of the minorities enshrined in Article 30 of the Constitution. അപ്പം അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, തങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ എന്ത് ചെയ്യാം, അവരുടെ കൾച്ചറും മറ്റു കാര്യങ്ങളും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കൂളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷനും നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആൻഡ് minority educational institution means a college or institution other than a university established or maintained by a person or a group of person from amongst the minorities. ഈ മൈനോറിറ്റിയിൽ പെടുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരാളോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമോ ആവാം. അപ്പോൾ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അതിനെ കോളേജുകൾ ഉണ്ടാക്കാം, അതേപോലെ തന്നെ മൈനോറിറ്റി സ്കൂൾസ് ഒക്കെ ഉണ്ടാക്കാം. And it established or maintained by a person. അപ്പം the right claimed by a minority community to administer educational institutions depends upon the proof of establishment of the institution. അപ്പം the right claimed by a minority community to administer educational institutions depends upon the proof of establishment of the institution. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൂഫ് നമ്മളെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ റൈറ്റ് ആൻഡ് അതൊക്കെ ഗവൺമെൻറ്റുമായിട്ടുള്ള നമ്മളുടെ ഒരു ഡീലിങ്ങിനനുസരിച്ച് നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തുള്ള അഡ്മിനിസ്ട്രേഷൻ നമുക്ക് തീരുമാനിക്കാം. ആൻഡ് ദ മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ഓൺ ചോയ്സ് വിത്ത് ദ ഡിസയർ ദാറ്റ് ദെയർ ചിൽഡ്രൻ ഷുഡ് ബി ബ്രോട്ട് അപ്പ് properly and be eligible for higher education and go all over the world and help them enter the പബ്ലിക് സർവീസസ്. അപ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പുവരുത്തണം, കാരണം ഇവർക്ക് ഇങ്ങനെ സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവകാശമല്ല ഉള്ളത്. ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. ആ എഡ്യൂക്കേഷനിലൂടെ ലോകത്ത് എവിടെ ആയിരുന്നാലും പോയിരുന്ന് ജോലി ചെയ്യാനും അതുപോലെ നമ്മുടെ നാഷൻ്റെ ഒരു അഭിവൃദ്ധിപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു കഴിവ് ആ കുഞ്ഞുങ്ങൾക്കും കിട്ടിയിരിക്കണം. അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ പോലെ തന്നെയുള്ള ഒരു രീതി ആയിരിക്കണം അത് പിന്തുടരേണ്ടത്. ആൻഡ് ദി ബെനിഫിഷ്യറി ഓഫ് സച്ച് എ ഫണ്ടമെന്റൽ റൈറ്റ് ഷുഡ് ബി അലൗഡ് ടു എൻജോയ് ഇറ്റ് ഇൻ ദ ഫുള്ളസ്റ്റ് മെഷർ. അതേപോലെ തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്, ഒരു എല്ലാ രീതിയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശം അത്രയും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മൈനോറിറ്റിയിലാണല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, അവർക്കും അതിനുള്ള എന്തുണ്ട് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവർക്കും അതിനുള്ള റൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ അതല്ല മറ്റൊരു ജോബിന് വേണമെങ്കിൽ ഒക്കത്തിനും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്പോൺസും അവർക്ക് അതിൻ്റേതായിട്ടുള്ള റൈറ്റും കിട്ടുന്നുണ്ട്. And therefore, the educational institutions of their choice will necessarily cater to the needs of the minority community which had established the institution. അപ്പോൾ അതൊക്കെ ഉറപ്പ് വരുത്തുന്നത് വെച്ചാൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അത്രയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത് ഈ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. ആൻഡ് പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രൊവിഷൻസ് ആണ് പറയുന്നത് കേട്ടോ. ഇൻ ആർട്ടിക്കിൾ 45 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഹാസ് ബീൻ സ്റ്റേറ്റഡ് ദാറ്റ് എവറി സ്റ്റേറ്റ് മസ്റ്റ് അറേഞ്ച് ഫോർ ദി പ്രൊവിഷൻ ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 14 within 10 years of the date of inception of the constitution. After the achievement of independence, a new phase began in the history of education. ഈ ആർട്ടിക്കിൾ 45 പറയുന്നത് എന്താ, എല്ലാവർക്കും വിദ്യാഭ്യാസം അല്ലേ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നമുക്കറിയാം 6 വയസ്സ് മുതൽ 6 to 14 വരെ അവർക്ക് എന്തെയാണ് വിദ്യാഭ്യാസം സാർവത്രികമായിട്ട് അവർക്ക് കിട്ടേണ്ട പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഇതൊരു ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണിത്. ആൻഡ് ആർട്ടിക്കിൾ 29 and 30 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു എവരി ഇൻഡിവിജ്വൽ ഇൻ കണക്ഷൻ വിത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. അതുപോലെ ആർട്ടിക്കിൾ 29ഉം 30ഉം എന്ത് എന്നറിയോ, ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ വ്യക്തികൾക്കും. എന്തിനാ, അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ കൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം, അവരുടെ സാംസ്കാരികമായിട്ടുള്ള വികസനത്തിന് എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അല്ലേ.
അതുകൊണ്ടാണ് ദളിത് ആയിട്ടുള്ള ആളുകളൊക്കെ, എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതും അതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദെൻ ആർട്ടിക്കിൾ 20, എവറി ഇന്ത്യൻ ലിവിംഗ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ വിൽ ഹാവ് ദ റൈറ്റ് ടു മെയിൻറ്റെയിൻ ഹിസ് ഓൺ സ്പെസിഫിക് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് ഹിസ് കൾച്ചർ. നോ പേഴ്സൺ ക്യാൻ ബി refused right to admission to any educational institution established by the state by reason of religion, race, caste, language or any other similar consideration. അപ്പോൾ ആർട്ടിക്കിൾ 20 പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട് ഒരാളുടെയും കാസ്റ്റോ ക്രീഡോ സെക്സോ കാര്യങ്ങളോ നോക്കാണ്ട് ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുവാനുള്ള അവകാശമുണ്ട്, അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 30 പറയുന്നത് എവറി മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിൽ ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ ചോയ്സ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആർട്ടിക്കിൾ 30 പറയുന്നത് എന്താണ്, എല്ലാ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കും അവരുടേതായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ടാക്കാം. ആ സ്കൂളുകൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് മാത്രം, കുഞ്ഞുങ്ങൾക്ക് നല്ല ഏബിളായിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ആൻഡ് ആർട്ടിക്കിൾ 45 പറയുന്നത് ദ സ്റ്റേറ്റ് വിൽ മേക്ക് എവറി എഫേർട്ട് ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ വിത്തിൻ 10 years ടു എവറി ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14. അപ്പോൾ ആ ഒരു നിയമം വന്ന് ആർട്ടിക്കിൾ 45 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ സ്കൂളുകളും മറ്റും ഇന്ത്യ മുഴുവനും എന്ത് ചെയ്യണം, നിർമ്മിക്കണം. കുഞ്ഞുങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം 14 വയസ്സ് വരെ കൃത്യമായി കൊടുക്കണം. ആൻഡ് ആർട്ടിക്കിൾ 46 പറയുന്നത് ദ സ്റ്റേറ്റ് വിൽ പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ബാക്ക്വേർഡ് ക്ലാസസ്, എസ്പെഷ്യലി ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇറ്റ് ഓൾസോ എൻട്രസ്റ്റ് ദ സ്റ്റേറ്റ് വിത്ത് ദ ഡ്യൂട്ടി ഓഫ് പ്രൊട്ടക്ടിങ് സച്ച് ട്രൈബ്സ് ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എവറി കൈൻഡ്. അപ്പം ആർട്ടിക്കിൾ 46 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രൈബ്സും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റുകളും ഉണ്ട് അല്ലേ, SC ST വിഭാഗം നമ്മൾ പറയുന്ന ആളുകൾ, അവർക്കൊക്കെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബാക്ക്വേർഡായിട്ട് കാണപ്പെടുന്ന ആളുകളാണ്, അവരുടെ ജീവിത രീതി കാരണമാണ് അത്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അവരെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ചൂഷണങ്ങളിൽ നിന്നും അതുപോലെ സാമൂഹിക അനീതികളിൽ നിന്നെല്ലാം രക്ഷിക്കുക എന്നുള്ള കാര്യം, അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ആർട്ടിക്കിൾ 46 പ്രകാരം പറയുന്നു. അപ്പോൾ ആ ആർട്ടിക്കിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ആർട്ടിക്കിൾ 45 ആൻഡ് ആർട്ടിക്കിൾ 46, ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 30. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ വ്യൂ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ഒരു വ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. വ്യൂസ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ: ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, ട്രെയിനിങ് ഇൻ സ്കിൽഫുൾ ലിവിംഗ്, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, ഡെവലപ്പിംഗ് വൊക്കേഷണൽ സ്കിൽ ആൻഡ് ഡെവലപ്പിംഗ് ലീഡർഷിപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, ജനാധിപത്യപരമായിട്ടുള്ള ഒരു പൗരത്വം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്കിൽഫുൾ ലിവിങ് എല്ലാവർക്കും സാധ്യമാവുക, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക, അതുപോലെ വൊക്കേഷണൽ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസും എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ വ്യൂസ്. ഓക്കെ. ദെൻ ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഇൻ എ സൊസൈറ്റി. അപ്പോൾ സ്കൂളിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒരു സൊസൈറ്റിയിൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഇൻ എ സൊസൈറ്റി. അപ്പം ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഇൻ എ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രിസർവേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് അവർ സോഷ്യൽ, മോറൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. നമ്മളുടെ സോഷ്യലായിട്ടുള്ള അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള അതുപോലെ മോറൽ ആയിട്ടുള്ള വാല്യൂസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, സൊസൈറ്റി മറ്റു തലമുറയിലേക്ക് എന്ത് ചെയ്യുക, പകരുക. ആൻഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഐഡൻറ്റിഫൈ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റീസ്. ഓരോ കുഞ്ഞിനും അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അതുപോലെ എബിലിറ്റി എന്താണ് എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുക, മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ആൻഡ് സപ്പോർട്ട് സ്റ്റുഡൻസ് ഇൻ സെറ്റിംഗ് പേഴ്സണൽ ലേണിംഗ് ഗോൾസ്. അതായത് ഓരോ കുഞ്ഞുങ്ങൾക്കും അവനവൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ ലേണിംഗ് ഗോൾ, തനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് കണക്കാക്കാനും അത് കണ്ടുപിടിക്കാനൊക്കെയുള്ള ഒരു എബിലിറ്റി ഓരോ കുഞ്ഞിനും ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് കെയർ and community where students learn to support one another and take a responsibility for the well-being of each other and a total community. പരസ്പര സഹവർത്തിത്വത്തോടെയും പരസ്പര സ്നേഹത്തോടെയും ജീവിക്കുവാനും അതുപോലെ നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുവാനും സഹായിക്കുക. ആൻഡ് അഡ്ജസ്റ്റബിലിറ്റി ഇൻ സൊസൈറ്റി. അതുപോലെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കാനും ഗുഡ് ഡിസിഷൻ ആവാനും അതിൽ തന്നെ സ്റ്റേബിൾ ചെയ്ത് നിൽക്കുവാനുമുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക. ആൻഡ്
ഡെവലപ്മെൻറ്റ് ഓഫ് ഹയർ വാല്യൂസ് ലൈക്ക് ട്രൂത്ത്, സിമ്പതി, ലവ് ആൻഡ് കോർപ്പറേഷൻ. അപ്പോൾ കുഞ്ഞുങ്ങളിൽ സ്നേഹം, അതുപോലെ സിമ്പതി, കരുണ, സത്യം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട സഹകരണം പോലെയുള്ള മൂല്യങ്ങൾ എന്ത് ചെയ്യുക, വളർത്തിക്കൊണ്ടുവരിക. ആൻഡ് ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ് ടുഗെദർ ഇൻ ഡൈവേഴ്സ് ഗ്രൂപ്പ് where they learn how to value കോൺട്രിബ്യൂഷൻസ് ഓഫ് അതേഴ്സ് ആൻഡ് മാനേജ് പ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് വർക്ക്. അതുപോലെ മറ്റുള്ളവരുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതിന് വാല്യൂ കൊടുക്കാനും അവരെ നല്ല രീതിയിൽ അവർ ചെയ്തതൊക്കെ നല്ലതാണെന്നുള്ള രീതിയിൽ പറയാനും അതിന് നല്ലൊരു വാല്യൂ കൊടുക്കാനും അവരെ ഒരു അസൂയയോട് കൂടി അല്ലാണ്ട് നല്ല രീതിയിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ് വളർത്തി കൊടുക്കുക. ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്, അതുപോലെ തന്നെ വൊക്കേഷണലി അവർക്ക് എന്ത് ചെയ്യാൻ ട്രെയിനിങ് കൊടുക്കുക കേട്ടോ. ദെൻ വരുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ്. റെസ്പോൺസിബിലിറ്റി ഓഫ് സൊസൈറ്റി ടുവാർഡ്സ് എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ സ്കൂളിൻ്റെയാണ് പറഞ്ഞത് അല്ലേ. പിന്നെ സൊസൈറ്റി ടുവാർഡ്സ് എഡ്യൂക്കേഷൻ, അപ്പം സൊസൈറ്റിയുടെ എഡ്യൂക്കേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത്. Social responsibility of education is a process whereby the whole community transmit to the next generation appropriate values, traditions, skill and cultural norms. അപ്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമുക്ക് ഇഷ്ടംപോലെ എഴുതാനുള്ള പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഒരു കുഞ്ഞു പോയിന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എഴുതാം. വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, സ്കില്ല്, കൾച്ചർ കാര്യങ്ങൾ, നോംസ്, നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് സർവീസ് ലേണിംഗ് പ്രൊമോട്ട്സ് ഗുഡ് ഡീഡ്സ്, അക്കാദമിക് സക്സസ്. ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ് ടു ഷേപ്പ് ദ മൈൻഡ്സ് ഓഫ് യങ്ങർ ജനറേഷൻ. അപ്പോൾ തന്നെ ടീച്ചറുടെ റോൾ വളരെ വലുതാണ്. എങ്ങനെയായിരിക്കണം ഒരു യങ്ങർ ജനറേഷൻ എന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്, അവരുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ ടീച്ചറുടെ ഒരു റോളിലൂടെയാണ്. That shaping will be on positive lines develop of its scientific and humanistic attitude and temper, self-discipline, concern for other people and ecological awareness. അപ്പോൾ ഒരു കുഞ്ഞിന് ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ്, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതിയില്ലേ. എന്തൊക്കെയാണ് വേണ്ടത്? ഡെവലപ്പ് ഓഫ് എ സയൻറ്റിഫിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ഒരു ശാസ്ത്രീയപരമായിട്ടും അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക്കും ആയിട്ടുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ആൻഡ് ടെമ്പർ, അതുപോലെയുള്ളൊരു ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, അവനവനിലൊരു അച്ചടക്കം ഉണ്ടായിരിക്കുക. അതുപോലെ കൺസേൺ ഫോർ അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കൺസേൺ ഉണ്ടാക്കുക. അതേപോലെ തന്നെ എക്കോളജിക്കൽ അവെയർനെസ്, അതുപോലെ നേച്ചറിനെയും നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, ഗുഡായിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലേ. ഇതാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ഇൻ ദി 4th യൂണിറ്റ് ഓഫ് ദിസ് പേപ്പർ. ഓക്കെ, അപ്പോൾ ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റിയിലെ 4 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി, എക്സാമിന് ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട് അല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇനിയും വേണം ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.